രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് BCCI സെക്രട്ടറി ജയ്ഷയെ തെരഞ്ഞെടുത്തു. എതിരില്ലാതെയായിരുന്നു തെരഞ്ഞെടുപ്പ്. പദവിയിലെത്തുന്ന പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജയ്ഷ. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, അഭിമാന നിമിഷം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു നിമിഷം പങ്കുവെക്കാനാകുന്നത്? കാളിദാസ്, തീർച്ചയായും ഏറെ അഭിമാനമുണ്ടാകുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം ജയ്ഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിലെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഡിസംബർ 1 കൂടിയാകും ഔദ്യോഗികമായി അദ്ദേഹം ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുക. അതോടൊപ്പം തന്നെ ഒരു നേട്ടം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിലെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാകുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഗ്രേഗ് ബാർക്ലേ, അതായത് കഴിഞ്ഞ 2 തവണയായി 2020, 2022 എന്നിങ്ങനെ 2 തവണയായി ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് തുടർന്നിരുന്ന ഗ്രേഗ് ബാർക്ലേ മൂന്നാമത് വീണ്ടും ചെയർമാനാകാൻ ഇല്ല എന്ന രീതിയിലുള്ള പ്രതികരണം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നടത്തിയിരുന്നു. ഇതോടുകൂടിയാണ് ജയ്ഷാക്ക് വലിയ സാധ്യത തുറന്നിട്ടുണ്ടായിരുന്നത്. ഈ 4 വർഷമായിട്ടാണ് ഗ്രേഗ് ബാർക്ലേ ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് തുടർന്നിരുന്നത്. അദ്ദേഹം പിന്നീട്, അതായത് ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇല്ല എന്ന പ്രതികരണം നടത്തുകയായിരുന്നു. പിന്നീട് മറ്റ് പല സ്ഥാനാർത്ഥികളും ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. ഇന്നായിരുന്നു ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള ഏറ്റവും അവസാന ദിവസമുണ്ടായിരുന്നത്, ആഗസ്റ്റ് 27. എന്നാൽ ജയ്ഷാക്ക് പുറമെ മറ്റാരും തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. ഇതോടുകൂടി അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഒപ്പം തന്നെ ഓസ്ട്രേലിയൻ, ഒപ്പം തന്നെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിൻ്റെ പിന്തുണ കൂടി ജയ്ഷയ്ക്കുണ്ടായിരുന്നു. നിലവിൽ ജയ്ഷ BCCIയുടെ സെക്രട്ടറിയാണ്. BCCIയുടെ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് ആണ് ഇദ്ദേഹം ഇനി ICC ചെയർമാനായി തുടരുക. 2015 ഇദ്ദേഹം BCCIയുടെ ഭാഗമായുള്ളത്. 2019 BCCI സെക്രട്ടറി ആവുകയുമായിരുന്നു. ഇനി അദ്ദേഹത്തിന് ആ BCCI സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ വേണ്ടി സാധിക്കില്ല. ഡിസംബർ 1 കൂടി ICC ചെയർമാനായി ഇദ്ദേഹം ആ സ്ഥാനം ഏൽക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നവംബർ 30 കൂടിയാണ് ഈ ഗ്രേഗ് ബാർക്ലേയുടെ ഈ ICC ചെയർമാൻ്റെ ആ ഒരു കാലാവധി അവസാനിക്കുക. അതോടൊപ്പം തന്നെ ഈ ICC ചെയർമാനായ മൂന്നാമത്തെ വ്യക്തിയായി ജയ്ഷ മാറുകയും ചെയ്തിട്ടുണ്ട്. 1997 ആദ്യത്തെ ഇന്ത്യക്കാരൻ ICC ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. ജഗൻമോഹൻ ഡാൽമിയാണ് ICCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 1997 മുതൽ 3 വർഷം, ഈ 2000 വരെയുള്ള വർഷക്കാലത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് 2010 ശരത് പവാറും ഇത്തരത്തിൽ ICCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് തുടർന്നിരുന്നു. 2010 മുതൽ 2012 വരെയുള്ള വർഷത്തിലായിരുന്നു അദ്ദേഹം തുടർന്നിരുന്നത്. മൂന്നാമതായി നിലവിൽ ജയ്ഷ ആ സ്ഥാനത്തേക്ക് എത്തുകയാണ്. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ ജയ്ഷ ICCയുടെ ഫിനാൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ഉപസമിതി തലവനായും തുടരുന്നുണ്ട്. ഇവിടെ നിന്നുമാണ് ICC ചെയർമാൻ സ്ഥാനത്തേക്ക് നിലവിൽ ജയ്ഷ എത്തുന്നത്. എതിരില്ലാതെയാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡിസംബർ 1 ഇദ്ദേഹം ICCയുടെ ചെയർമാനായി സ്ഥാനം ഏൽക്കും. മറ്റാരെങ്കിലും ഇന്ന് നാമനിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 1 ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ICCയുടെ ചട്ടപ്രകാരം 16 പേരാണ് ആ കമ്മിറ്റിയിലുള്ളത്. ആ 16 പേരിൽ 9 വോട്ടുകൾ ലഭിക്കുന്ന ആ ഒരു വ്യക്തി ICCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തും എന്ന രീതിയിലാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് അവസാന ദിവസമായിരുന്നു. ജയ്ഷാക്ക് പുറമെ മറ്റാരും തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നില്ല. അതോടുകൂടി ജയ്ഷ എതിരില്ലാതെ ICCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. കാളിദാസ്. ശരി അമൽ, ICC ചെയർമാൻ സ്ഥാനത്തേക്ക് ജയ്ഷ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അമൽ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക് പോകാം. വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ആശ ശോഭന, സജന സജീവൻ എന്നിവർ ടീമിൽ ഇടം നേടി. 15 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 3 മുതൽ 20 വരെ UAE മത്സരം. വയനാട്ടിൽ നിന്നുള്ള യുവതാരം മിന്നുമണിക്ക് ടീമിൽ ഇടം നേടാനായില്ല. പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ശ്രീലങ്ക അടക്കം ടീമുകൾക്കൊപ്പം